ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിനടുത്തായി സ്ഥിതി ചെയ്യുന്ന 4.700 സെന്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന കിഴക്കോട്ട് ദർശനം ലഭിക്കുന്ന കുറഞ്ഞ വിലയിൽ ലഭിക്കാവുന്ന ഒരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. വീട് കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിലാണ് വീടിന്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്റ്റർ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 14 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 15 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. വീടിന്റെ ഫ്രണ്ടിലായി 4 മീറ്ററോളം വീതി വരുന്ന റോഡ് നമുക്ക് കാണാം. ചുറ്റുമതിലെല്ലാം ടെക്സ്റ്റർ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമേറിയ ഒരു ഗേറ്റാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് വിശാലമായൊരു മുറ്റത്തേക്കാണ്. 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടയാണ് വിരിച്ചിരിക്കുന്നത്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യാനുണ്ട്. ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വടക്ക് കിഴക്കേ മൂലയിലായി കിണറിന്റെ സ്ഥാനം നമുക്ക് കാണാം. കൂടാതെ KWA കണക്ഷനും ഇവിടെ ലഭ്യമാണ്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീടിൻ്റെ ബാക്ക് സൈഡിലെല്ലാം അത്യാവശ്യം തൈകളും പച്ചക്കറികളെല്ലാം നടാവുന്ന ഒരു സ്പേസ് ലഭിക്കുന്നുണ്ട്. വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കാണാൻ കഴിയും. വീടിൻ്റെയും ഡോറിൻ്റെയും സിറ്റ് ഔട്ട് സ്റ്റെപ്പിൻ്റെയും ഡയറക്ഷൻ കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ഡോറ് തുറന്ന് കയറി വരുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാൻ അടക്കം എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ വീടിന്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. ഇവിടെ നിന്നും ഇനി നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ ലഭ്യമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ലൊരു വിശാലത ഈ ഒരു ഡൈനിങ് ഹാളിന് ലഭിക്കുന്നുണ്ട്. ഈ ഭാഗത്താണ് വാഷ് കൗണ്ടർ വരുന്നത്. ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടർ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചന്റെ ഭാഗത്തേക്ക് വരാം. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചന്റെ നിർമ്മാണം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊടുത്തുള്ള നല്ലൊരു പാർട്ടീഷൻ അവിടെ കാണാൻ കഴിയും. കിച്ചന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വിശാലമായ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ ഗ്രീൻ ആൻഡ് ഡാർക്ക് റോസ് കളറോട് കൂടി വരുന്ന മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്ക് കാണാം. കൂടാതെ കിച്ചണിലായി ചിമ്മിനിയും സെറ്റ് ചെയ്യാനുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. താഴെയായി 2 ബെഡ്റൂമാണ് ലഭിക്കുന്നത്. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബെഡ്റൂം ഏകദേശം 135 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാൻ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ കബോർഡ് വർക്കും നമുക്ക് കാണാൻ കഴിയും. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. മനോഹരമായ ഡിസൈനോടുകൂടി വരുന്ന ടൈലുകളെല്ലാം ഒട്ടിച്ച് ഭംഗിയിൽ തന്നെയാണ് ബാത്റൂം എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. സെറ ബ്രാൻഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇത് ഏകദേശം 130 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്നുണ്ട്. സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പേര് കേട്ട് നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ആ ഒരു ഹോസ്പിറ്റലിനടുത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. സ്റ്റെയർ കേസിന്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജിയുടെ പൈപ്പും ടീക്കൂട്ടുമാണ് ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വരുന്ന ഒരു ഹോളിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോള് തന്നെ ഇവിടെ ലഭ്യമാണ്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 1ാമത്തെ നിലയിലായി 2 ബെഡ്റൂമും ആണ് ലഭിക്കുക. ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിനും കബോർഡ് വർക്കെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇനി നമുക്ക് വീടിന്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. അതായത് അവസാനത്തെ ബെഡ്റൂമിലേക്ക് വരാം.
ആ ബെഡ്റൂം വരുന്നത് ഈ കാണുന്ന ഭാഗത്താണ്. ഇവിടെ നിന്നുമാണ് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങേണ്ടത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ഇനി നമുക്ക് കാണാനുള്ളത്. അതിനു മുന്നായി വീടിന്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനടുത്തായി സ്ഥിതി ചെയ്യുന്ന 4.700 സെന്റിൽ 1740 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 70 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Thank you everyone.